കേരളത്തിൽ 3 മുന്നണികളും എത്രയെത്ര സീറ്റുകളിൽ വിജയിച്ചു വരും എന്ന ചോദ്യത്തിന് എല്ലാ മുന്നണികളും ഒരു കണക്ക് നിരത്തുന്നുണ്ട്. LDF പറയുന്നു 12 മുതൽ 15 വരെ സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്ന്. കോൺഗ്രസ് ആകട്ടെ അത് 20-ൽ 20 എന്ന തരത്തിലേക്ക് ആത്മവിശ്വാസം ഉയർത്തി പറയുന്നു. BJP 6 A+ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോഴും 3 ഇടങ്ങളിൽ തീർച്ചയായും വിജയിക്കുമെന്നും മറ്റു 3 ഇടങ്ങളിൽ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും നടക്കുന്നതെന്നും പറയുന്നു. ഇടതുപക്ഷം 12 മുതൽ 15 വരെ ലോക്സഭാ മണ്ഡലങ്ങൾ പറയുമ്പോൾ, UDF 20-ൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും പറയുമ്പോൾ, BJP 3 മണ്ഡലങ്ങളും പറയുമ്പോൾ, ഇടതുപക്ഷവും BJPയും ഒന്നും കണക്കിൽ കൂട്ടാത്ത ശക്തമായ UDFന്റെ ഉരുക്കു കോട്ടയായ 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് പൊന്നാനിയും മറ്റൊന്ന് മലപ്പുറവുമാണ്. പൊന്നാനിയുടെ പൊന്നാപുരം കോട്ട എന്നും ലീഗിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വരികയും ചെയ്യാറ്. 2024 തെരഞ്ഞെടുപ്പിൽ പക്ഷേ സാഹചര്യം ചെറിയ തോതിൽ തുടക്കം മുതലേ ലീഗിന് പ്രതികൂലമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടി വ്യാപ്തി കൂടി. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ചരിത്രത്തിലാദ്യമായി ലീഗിനെ തോൽപ്പിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന തരത്തിലേക്ക് മാറുമോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില കണക്കുകളും വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയാണ് കാലങ്ങളായി പൊന്നാനിയിൽ വിജയിച്ചു വരുന്ന ലീഗ് ഇക്കുറി പരാജയപ്പെടുക എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി എന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുക എന്ന ചോദ്യം രണ്ടാമതായി ഉയരുന്നു. ഇതിനെല്ലാം ഒരു ഒറ്റ ഉത്തരം മാത്രമാണുള്ളത്. അത് സമസ്തയാണ്. UDFൽ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന ഘടകകക്ഷി ലീഗാണ്. പൊന്നാനിയും മലപ്പുറവും അടക്കം 20-ൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ അവരുടെ കയ്യിൽ ഭദ്രമാണ് എന്ന ഉറച്ച ബോധ്യം കോൺഗ്രസിനുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും കരുത്താർന്ന ഇടം സമസ്തയാണ്. എന്നാൽ ആ സമസ്തയുമായി ലീഗ് തുടക്കം മുതലേ വലിയ പടലപ്പിണക്കങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു. നാളിതുവരെ ഇടതുപക്ഷത്തോട് ഒരു അനുഭാവവും കാണിച്ചിട്ടില്ലാത്ത സമസ്ത ഇടതുപക്ഷത്തിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനങ്ങൾ എഴുതുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടുകൾ പറയുന്നു. ലീഗിനെതിരായി പരസ്യമായും അല്ലാതെയും പ്രസ്താവനകളും തീരുമാനങ്ങളും പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതികൂല സാഹചര്യമാണ് പൊന്നാനിയിൽ ലീഗിനുണ്ടായിട്ടുള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ് 3 മുന്നണികളും. അതിൽ അബ്ദുൾ സമദ് സമദാനിയെ മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്കും ET മുഹമ്മദ് ബഷീറിനെ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്കും മാറ്റിമറിക്കുന്നു. പൊന്നാനിയിൽ ആരായിരിക്കും ഇടതിൻ്റെ സ്ഥാനാർത്ഥി എന്നതിന് മറുപടിയുമായി KS ഹംസ എത്തുന്നു. പഴയ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുപക്ഷത്തിനോട് അടുപ്പം കാട്ടി അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറുള്ള പൊന്നാനിയിൽ ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുവാൻ താല്പര്യമെന്ന് KS ഹംസ അറിയിച്ചപ്പോൾ മുന്നും പിന്നും നോക്കാതെ തന്നെ ഇടതുപക്ഷം ആ ചിഹ്നത്തിൽ ഹംസയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. അത് KS ഹംസയ്ക്ക് ഗുണകരമായി മാറാൻ സാധ്യത ഏറെയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കാര്യമായ രീതിയിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവും KS ഹംസയ്ക്കുണ്ട്. ഒപ്പം ഇടതുപക്ഷത്തിന്റെ ചിഹ്നം കൂടിയായപ്പോൾ ഇടതുപക്ഷ വോട്ടുകളുടെ ഒരു ഒഴുക്ക് തനിക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, പല കോലാഹലങ്ങളും നടക്കുമ്പോഴും സമസ്ത ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. കാലങ്ങളായി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുന്ന ലീഗും സമസ്തയും ഇക്കുറി വാർത്തകളിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പറയുന്ന പിണക്കങ്ങൾ വോട്ടിങ്ങിൽ കാണിക്കുമോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ KS ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന വാർത്തകൾ കാര്യമായ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതായത് സമസ്ത നിർത്തുന്ന KS ഹംസയെ സമസ്ത ഏതു വിലയും കൊടുത്ത് വിജയിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ പൊന്നാനിയിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ട തകർന്നു വീഴും. അബ്ദുൾ സമദ് സമദാനി തോൽക്കും. ഇതൊക്കെയാണ് കണക്കുകൂട്ടൽ. ഇതാണ് ഇടതിൻ്റെ ആത്മവിശ്വാസവും. അങ്ങനെ സംഭവിച്ചാൽ അബ്ദുൾ സമദ് സമദാനി പരാജയപ്പെട്ടാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നായി അത് മാറും. മുസ്ലിം ലീഗിന് വോട്ട് നൽകുന്ന 75% പേരും സമസ്തയിലെ ഈക്കക്കാരാണ്. അതായത് സമസ്തക്കാരായ എന്നാൽ ലീഗിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണെന്ന് സാരം. എന്നാൽ ഇക്കുറി സമസ്തയോട് വലിയ വിള്ളൽ കാട്ടി നിൽക്കുന്ന ലീഗിനെ ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് സമസ്തയ്ക്കുള്ളത്. അതിന്
തെരഞ്ഞെടുപ്പിന് 2-3 ദിവസങ്ങൾ മുമ്പ് തന്നെ സമസ്ത ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി. അതായത് KSMCയെ എന്തു വിലയും കൊടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആ സർക്കുലറിന്റെ സാരാംശം. രാഷ്ട്രീയപരമായ ഇടതുപക്ഷത്തോട് വലിയ വിയോജിപ്പുണ്ടെങ്കിൽ പോലും KSMCയെ ലീഗിനോടുള്ള അമർഷത്തിന്റെ പുറത്ത് പരാജയപ്പെടുത്തിയേ മതിയാകൂ എന്ന തീരുമാനമായിരുന്നു ആ സർക്കുലറിന്റെ ഉള്ളടക്കം. ടീം സമസ്ത എന്ന പേരിൽ KSMCയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുവാൻ സമസ്തക്കാർ പരസ്യമായി കളത്തിലിറങ്ങുകയും ചെയ്തു. ഈ പ്രസ്താവനയും കാര്യമായ രീതിയിലുള്ള വോട്ടുപിടിക്കലും എല്ലാം കഴിഞ്ഞ ദിവസമാണ് സമസ്ത കണക്കുകൾ എടുത്തത്. എത്ര വോട്ടുകൾ KSMCയ്ക്ക് ലഭിച്ചു എന്ന കണക്ക്. ആ കണക്ക് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കണക്കുകൾ കൃത്യമാണ് എങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ടീം സമസ്ത 71,953 വോട്ടുകൾ KSMCയ്ക്ക് നൽകി എന്നാണ് അവർ പുറത്തുവിടുന്ന കണക്ക്. കൂടാതെ മുസ്ലിം ലീഗിന് കാലങ്ങളായി കിട്ടുന്ന സമസ്തയിലെ 69,368 വോട്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു എന്ന് അവർ പറയുന്നു. മണ്ഡലം തിരിച്ച് ബൂത്ത് തിരിച്ചുള്ള കണക്കുകളാണ് സമസ്തയുടെ പക്കലുള്ളത്. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ലീഗിനെ ഏതുവിധേനയും പരാജയപ്പെടുത്തണമെന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് വോട്ടുകൾ മാറ്റിക്കുത്തിച്ചതെന്നും ലീഗിനെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞവരെ കൊണ്ട് വോട്ട് മരവിപ്പിച്ചതെന്നും സമസ്ത വ്യക്തമാക്കുന്നു. ഈ കണക്കുകളൊക്കെ കൃത്യമാണ് എങ്കിൽ പൊന്നാപുരം കോട്ട ലീഗിന്റെ കൈവിട്ടു പോകും. അബ്ദുൽ സമദ് സമദാനി പരാജയം നേരിടുകയും ചെയ്യും. ഒപ്പം സമസ്ത പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. BJP തങ്ങൾക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ ലീഗ് കോൺഗ്രസിനെ കബളിപ്പിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായ രീതിയിൽ തങ്ങളുടെ വോട്ടുകൾ മറിച്ചിട്ടുണ്ട് എന്നും പകരം പൊന്നാനിയിൽ BJPയുടെ വോട്ടുകൾ മുസ്ലിം ലീഗിന് അനുകൂലമായ രീതിയിൽ മാറ്റിക്കുത്തിച്ചിട്ടുണ്ട് എന്നുമാണ് സമസ്ത പറയുന്നത്. രാഷ്ട്രീയ ബോധമുള്ളവരാരും വിശ്വസിക്കാത്ത ഒരു കണക്കാണ്, ഒരു കാര്യമാണ് സമസ്ത വെളിപ്പെടുത്തുന്നത്. ഇനി അത് ശരിയാണ് എങ്കിൽ തൃശ്ശൂരിൽ BJP വിജയിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. പൊന്നാനിയിൽ 40,000-ൽ പരം വോട്ടുകളാണ് BJP ലീഗിന് മറിച്ചിരിക്കുന്നതെന്നാണ് സമസ്ത പുറത്തുവിടുന്ന കണക്ക്. ഒപ്പം ഓരോ നിയോജക മണ്ഡലങ്ങളിലും സമസ്ത എത്ര വോട്ടുകളാണ് KSMCയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നും എത്ര വോട്ടുകൾ ലീഗിന് കിട്ടാത്ത തരത്തിൽ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന കണക്കുകളും പുറത്തുവിടുന്നുണ്ട്. ആ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. പൊന്നാനിയിൽ ആകെയുള്ളത് 7 നിയോജക മണ്ഡലങ്ങളാണ്. തിരൂരങ്ങാടി, താനൂർ, തിരൂര്, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി, തൃത്താല. തിരൂരങ്ങാടിയിൽ ആകെ നടന്നത് 1,44,510 വോട്ടുകളാണ്. അതിൽ ആകെ വോട്ടർമാർ 2,04,882 ആണ്. സമസ്ത അതിൽ KSMCയ്ക്ക് അനുകൂലമായി നൽകിയ വോട്ട് 11,866 ആണ്. ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിച്ച വോട്ടുകളുടെ എണ്ണം 12,973. ഇനി താനൂരിലേക്ക് വരുമ്പോൾ താനൂരിൽ ആകെ നടന്ന വോട്ടുകളുടെ എണ്ണം 1,41,494 ആണ്. അതിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 1,98,697 ആണ്. സമസ്ത അവിടെ ഇടതിന് അനുകൂലമായ തരത്തിൽ വോട്ട് ചെയ്യിച്ചത് 10,315 വോട്ടുകളാണ്. 9,549 വോട്ടുകൾ താനൂരിൽ ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് സമസ്ത. തിരൂരിന്റെ കണക്ക് ഇങ്ങനെയാണ്. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 1,62,544. ആകെ വോട്ടർമാരുടെ എണ്ണം 2,33,645. സമസ്ത അവിടെ നേടിക്കൊടുത്ത വോട്ടിന്റെ എണ്ണം 13,830 ആണ്. 8,505 വോട്ടുകൾ ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിക്കുകയും ചെയ്തു ലീഗ് അവിടെ. കോട്ടക്കലിന്റെ കണക്ക് പറയുന്നത് ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം 1,55,615 ആണ്. ആകെ വോട്ടർമാരുടെ എണ്ണമാകട്ടെ 2,22,986. സമസ്ത ഇടതിന് അനുകൂലമായ രീതിയിൽ വോട്ടുകൾ നൽകിയത് 12,721. അതിൽ ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് വോട്ട് മരവിപ്പിച്ചത് 11,795. തവനൂരിലേക്ക് വരുമ്പോൾ തവനൂരിന്റെ കണക്ക് പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ടുകൾ 1,41,177 ആണ്. ആകെ അവിടെയുള്ള വോട്ടർമാർ 2,04,070 ആണ്. അതിൽ സമസ്ത ഇടതിന് നൽകിയത് 8,645. ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിച്ചതാകട്ടെ 76,750. പൊന്നാനിയുടെ കണക്ക് പറയുന്നത് 1,34,175 വോട്ടുകൾ ആകെ വോട്ട് ചെയ്തു എന്നാണ്. അതിൽ വോട്ടർമാരുടെ എണ്ണമാകട്ടെ 2,06,473 ആണ്. സമസ്ത ഹംസയ്ക്ക് നേടിക്കൊടുത്ത വോട്ട് 7,706. ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിച്ചതിന്റെ കണക്ക് 11,420. ഏറ്റവും ഒടുവിലുള്ള തൃത്താല നിയോജക മണ്ഡലത്തിൽ 1,39,001 വോട്ടാണ് ആകെ പോൾ ചെയ്തത്. 2,51,051 വോട്ടർമാരാണ് ആകെയുള്ളത്. സമസ്ത നേടിക്കൊടുത്തതാകട്ടെ 6,870 വോട്ടുകൾ.
ലീഗിന് കിട്ടാത്ത തരത്തിലേക്ക് മരവിപ്പിച്ചത് 7451 വോട്ടുകൾ. ഈ കണക്കുകൾ കൃത്യമാണ് എങ്കിൽ പൊന്നാനിയിൽ ലീഗ് കാര്യമായ രീതിയിൽ തന്നെ വിയർക്കും. കാലങ്ങളായി ലീഗിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരെ സമസ്ത KSMSക്ക് അനുകൂലമായ വോട്ട് ചെയ്തതിൻ്റെ കണക്കുകൾ, അതിനോടൊപ്പം ലീഗിന് കിട്ടേണ്ട വോട്ടുകൾ മരവിപ്പിച്ച കണക്കുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ KSMS വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത. കണക്കുകൾക്കപ്പുറത്തേക്ക് സമസ്തയ്ക്കും മീതെ ലീഗിന് അനുകൂലമായി ജനം ഇക്കുറിയും വിധിയെഴുതിയോ എന്നറിയുവാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. എന്താണ് രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പൊന്നാനിയുടെ വിധിയെന്ന് അറിയേണ്ടതായുണ്ട്.